ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും ഗൂഗിൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ അനു ജോസ്. ഞാൻ ആയുർവേദ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും ഗൂഗിൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ നോക്കുന്നു, ചെറിയൊരു സ്പോട്ടിങ് അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ചെറിയൊരു സ്പോട്ടിങ് കാണുകയാണെങ്കിൽ തന്നെ അവർ ഗൂഗിളിലേക്ക് അങ്ങ് സെർച്ച് ചെയ്യുകയാണ്, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും, കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്പോട്ടിങ് ആണെങ്കിൽ ഗൂഗിൾ പറയും ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ട് കാണിച്ചു തരും. എന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ട് ഡോക്ടറെ എനിക്ക് ചെറിയൊരു സ്പോട്ടിംഗ് ഉണ്ട്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടോ, എനിക്ക് PCOD ഉണ്ടോ, നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. അവരുടെ ലക്ഷണങ്ങൾ വെച്ചാൽ നമുക്ക് കേൾക്കാനൊരു സമയം അവർ തരാറില്ല. അവർ നമ്മളോട് ഇന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാണ്, ഡോക്ടറെ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് നിങ്ങളിത് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും പറയുന്നതാണ്, ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കി ഡോക്ടറെ, എനിക്കത് കണ്ടിട്ട് ടെൻഷനായിട്ട് വയ്യ. ഇതല്ല ശരിക്കും ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഒരു മാസം നമുക്കറിയാം, എല്ലാ മാസവും നമുക്ക് പീരീഡ്സ് കറക്റ്റായിട്ട് വരണം, അല്ലെങ്കിൽ 28 ദിവസം കൂടുന്ന, അല്ലെങ്കിൽ 30 ദിവസം മാക്സിമം, അല്ലെങ്കിൽ 35 ദിവസം കൂടുന്നതോറും നമുക്ക് എന്ത് ചെയ്യാം, പീരീഡ്സ് വരിക. പക്ഷേ എല്ലാ മാസങ്ങളും ഈ 35 ദിവസം കൂടുമ്പോഴും പീരീഡ്സ് വരുന്നില്ല. ഒരു മാസം സ്കിപ്പ് ചെയ്തിട്ടാണ്, ഇപ്പോൾ ഈ മാസം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത മാസം വരുന്നില്ല, അതിന് ശേഷം അടുത്തുള്ള മാസമാണ് പീരീഡ്സ് വരിക. അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 വട്ടം നമുക്ക് പീരീഡ്സ് കാണുന്നു, അല്ലെങ്കിൽ 15 ദിവസം ഇൻ്റർവെല്ലിൽ നമുക്ക് 2 മാസം പീരീഡ്സ് കാണുന്നു. അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞാലും ചെറിയ സ്പോട്ടിംഗ് പോലെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് അധികമായിട്ടുള്ള വേദന വരിക, അല്ലെങ്കിൽ വെള്ളപ്പോക്ക്. അത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും കാണുന്നൊരു പ്രശ്നമാണ് വെള്ളപ്പോക്ക്, അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. നോർമലാണ് വൈറ്റ് ഡിസ്ചാർജ്, പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരാം, അല്ലെങ്കിൽ സ്മെല്ല് വരാം. ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ആൾക്കാർ എന്ത് ചെയ്യുക, പെൺകുട്ടികൾക്ക് പറയാൻ മടിയാണ്, അയ്യോ ഇതെൻ്റെ പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ എൻ്റെ വൃത്തിയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരിക. അപ്പോൾ അവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ളൊരു സമയം പോലും അവർ നിൽക്കുന്നില്ല. അവർ കുറേ ഈ പറഞ്ഞ പോലെ പിന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ്, എനിക്ക് ഇന്ന പ്രശ്നമാണ്, എനിക്കിപ്പോൾ പീരീഡ്സ് ഇറഗുലർ ആണെങ്കിൽ എനിക്ക് PCOD ആണ്, അല്ലെങ്കിൽ എനിക്ക് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഇന്ന അസുഖങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് ബ്ലീഡിങ് കൂടുതലായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഫൈബ്രോയിഡാണ്. അതെല്ലാവരും അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരികയാണെങ്കിൽ ഇന്ന ഡോക്ടറെ അടുത്ത് പോയതിന് ശേഷം, ഡോക്ടർ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് എനിക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഡോക്ടറോട് പറയാൻ നിങ്ങൾക്ക് ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയാൻ പേടിയുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോട് നമുക്ക് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റും. അമ്മ എനിക്ക് ഈ മാസം പീരീഡ്സ് ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഇന്ന വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആ ഭാഗത്ത് ചൊറിച്ചിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ശക്തമായിട്ടുള്ള അടിവയറ് വേദനയുണ്ട്. ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ എന്തായാലും അമ്മമാർക്ക് എന്തായാലും ഡോക്ടറെ അടുത്ത് വന്ന് പറയുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് മുമ്പ് ശരിയായിട്ടുള്ളൊരു ഡോക്ടറുടെ എന്ത് ചെയ്യുക, എന്താണ് അവരുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു ശ്രമമെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് നടത്തുക.